മനുഷ്യന്മാര് ഓടി കളിക്കണം, അല്ലാതെ ഇങ്ങോട്ട് വരും പോസ്റ്റിന് അടുത്തപ്പോ മണ്ടിയിട്ട് പോയി ഗോൾ അടിക്കില്ല. എങ്ങനെയാ വെച്ചാല് മറ്റുള്ളവർ കളിക്കും, കളിച്ചിട്ട് പോയിട്ട് അടിക്കും. അത് മതിയല്ലോ, ഗോൾ അടിച്ച പോരെ. അതല്ല, നമ്മള് കളിക്കും പോലെ കളിക്കാം. നമ്മള് പാടത്തിന്റെ കളി, ആ ബാക്ക് ഇങ്ങനെ വരിക്കുന്നത് ഒറ്റ പോക്കം ആ കളിയാണ് ഇപ്പം കളിക്കുന്നത്. എടാ മെസ്സി ഓഫ് സൈഡ് കളിക്കൂലല്ലോ, അത് കണ്ടില്ലേ? മെസ്സി അളന്ന് കുറിച്ചുള്ള അടി ഇങ്ങനെ നിൽക്കും, ഒറ്റ പോക്കാം. നമ്മളെയൊക്കെ ഓടി കളിച്ചിട്ടാണ്, അല്ലാതെ കയ്യും കാലും ഓടുന്നതിനാണ് പന്തിന്റെ ഒപ്പം ഓടുന്നത്. നമ്മൾ പാടത്തളിക്കും പോലെ എല്ലാവരും കണ്ടുപിടിക്കും പോയപ്പോ എന്താ ചെയ്യാ? ഓന് അങ്ങനെ മെയിൻ കളിക്കാനുള്ള അഹങ്കാരമൊന്നും ഇല്ല, ഓന് എല്ലായിടത്തും എത്തും. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ കളിക്കാൻ പാടില്ലല്ലോ, കളിക്കണം. മുഖ്യമന്ത്രി ഇതിപ്പോ കേരളത്തിലെ ഇവരിങ്ങനെ നിക്കണ പോലെ ഒരു മൂലൊക്കെ നിക്കും ഇങ്ങനെ മതി. ഓ ക്യാപ്റ്റനാണ്, ഓനെ കളിപ്പിക്കും, അവന്റെ നോട്ടം കൊണ്ട് പാസ് കൊടുക്കും. അതുകൊണ്ട് മെസ്സി നോക്കണത്തേക്ക് പാസ് കൊടുക്കും. അതാണ് അർജന്റീന. അതന്നെയാണ്. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ എല്ലാരെയും എടുത്തിട്ട് അടക്കം കളിച്ചിട്ട് ആ ചക്കൻ കളി. അർജന്റീന എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് മറ്റുള്ളവർ പണിക്ക് പോവും, ഇപ്പം കൂലി മേടിക്കും. അതാണ് ക്യാപ്റ്റൻ. അതാണ് ക്യാപ്റ്റൻ. വേർപ്പ് തിന്നാൻ പഠിക്കാം. വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പിലും അധ്വാനിച്ചിട്ട് തന്നെയാണോ കപ്പ്? ഏതില് മെസ്സി അവർക്കെതിരെ ഫസ്റ്റ് ഗോൾ ഓനാ. അല്ല, ഒരു ഗോൾ അടിച്ചു, ഒരു ഗോളൊന്നല്ല, ഒരു ഗോളേന്നു മെസ്സി രാഷ്ട്രീയത്തിന്റെ കണക്കിലോടെ തുറന്നു പറയില്ല. ഇതിപ്പോ എന്താ കപ്പ് എടുക്കും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഈ പ്രാവശ്യം ബ്രസീലിൽ അമ്മായി തിരിച്ചു വരവാണ്. കോച്ചല്ല, കോച്ചനാണ് മെയിന്. കോച്ചിന്റെ പെർഫോമൻസിന്റെ ടീമിനെ കോച്ച് പിടിച്ചുകൊണ്ടിരിക്കേണ്ടി ആ കോച്ച് ആരാ നിങ്ങൾക്ക് അറിയോ? ആ കോച്ചിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഏത് കോച്ച്? ബ്രസീലിന്റെ പുതിയ കോച്ച്. ഓനെ പറ്റി അത് അറിഞ്ഞാൽ വീഡിയോ നോക്കി എന്തായാലും ഓന്റെ പ്രവർത്തനം എന്താണ്. പിന്നെ കഴിഞ്ഞല്ല അതേ കോച്ചിനെ ഞങ്ങൾ ഓർത്തോണ്ടു കോച്ച് ആണ് ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ പ്രശ്നം പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഏറ്റവും സൗദിയിൽ രണ്ടെണ്ണം കിട്ടിയത്. അതൊരു കോച്ച് തന്നെയാണ്. അന്ന് മാറിയിട്ടൊന്നും മാറ്റം എന്ത് വരുത്തി അതെന്താ കളിക്കാരൊന്നും കൂടി. സൗദി അറേബ്യ ഗോൾ അടിച്ചില്ല നിങ്ങൾക്ക്. പിന്നെ ആ ഒറ്റ കളി തോറ്റിട്ടുള്ളൂ. പിന്നെ ഒരു കളി തോറ്റ്. നാണക്കേട് വേറെണ്ടോ? ഇല്ലില്ല, ബ്രസീലിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ബ്രസീല് വളരെ ദയനീയമായ തോൽവിയാവും. നെയ്മർ ഇറങ്ങും ചെയ്യും ഈ വേൾഡ് കപ്പ്. പിന്നെ ഒരു കാര്യം, ഫ്രാൻസിനെ അല്ലെങ്കിൽ ബ്രസീലിനെ, അതിൽ ബ്രസീലാണ് കൂടുതൽ ചാൻസ്. പ്രതികരിക്കണില്ല. അപ്പൊ എന്താ ഫ്രാൻസിനെ പേടിയാ? ബ്രസീൽ തൂക്കിക്കണ. ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ ആരെ അറിയാം? നെയ്മറിനെയാണ്. അതന്നെ മെസ്സിയുടെ കാലൊടിഞ്ഞ എന്താ ബേസിക്ക് ചെക്കന്മാരുടെ അവിടെ, വേറെ ചെക്കന്മാരുടെ അവിടെ അത് പ്രതീക്ഷകളൊക്കെ ആ കാലം ഡീപ്പോള്. പിന്നെ ചെറിയക്കന്റെ പേരെന്താ? ഡിബാലെ. അതൊക്കെ മെസ്സിനൊക്കെ കേറിക്കട ചെക്കമാ. ഗോളിയുടെ ഇതെന്താ ഉള്ളത്? ആ ഗോളി നമ്പർ 1 ഗോളികളി വേൾഡിലെ. കപ്പാരെടുത്ത് നോക്കി ചെയ്യും ഖത്തറിൽ വന്നിട്ട്. കൊടുത്തു. കാരണം എല്ലാരും പറഞ്ഞ എന്താണ്, മെസ്സി കളി കൊടുത്താണ്. വിരമിക്കും ചെയ്തില്ല, അത് പാക കുടുങ്ങി. വിരമിച്ചാ മതിയായിരുന്നു.